തൊടിയിലിറങ്ങിയപ്പോൾ കണ്ടതാണ് കാന്താരിമുളക് പഴുത്ത് നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാഗ്രഹം, പഴങ്കഞ്ഞി കുടിച്ചാലോ? ആ ആഗ്രഹമായി നമ്മൾ ചെന്നെത്തേണ്ടത് എവിടെയാണ്? കിച്ചണിൽ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് പഴങ്കഞ്ഞി സെറ്റ് ചെയ്യാം. അങ്ങനെ പഴങ്കഞ്ഞി നമ്മൾ പുറത്ത് പോയി കഴിക്കുവാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കാണും, അതിൽ ഒരുപാട് ഐറ്റംസ്. പഴങ്കഞ്ഞിയുടെ എനിക്ക് അത്രയും ഐറ്റംസ് ഒന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമ്മൾ മെയിൻ സാധനം വേണം, പഴങ്കഞ്ഞി വേണം. പിന്നെ തലേ ദിവസത്തെ മരിച്ചീനി, അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്, പുറത്ത് വെച്ചിരുന്ന പഴുപ്പവും. പിന്നെ കുറച്ച് മത്തി വറുത്തത്, കുഞ്ഞു മത്തിയേ കിട്ടിയുള്ളൂ, മത്തി ഇതിലോട്ടിടണം. അത് കഴിഞ്ഞിട്ട് നല്ല കട്ട തൈര് അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കണം. കുറച്ചുകൂടെ ഒഴിച്ചാലും കുഴപ്പമില്ല, തൈര് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ഒഴിക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ചുപ്പ്, പിന്നെ പച്ചക്കാന്താരിയുണ്ട്, പഴുത്തതുണ്ട്. നമുക്ക് ഏത് വേണം എടുക്കാം, അത് അവരവർക്ക് ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഞാൻ 2 പഴുത്ത കാന്താരി എടുത്ത് 2 മതി, എടുത്തിടുന്നുണ്ട്. ഇനി ഇതിനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിലാണ് സംഭവം ഇരിക്കുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്താൽ പോരാ, നമ്മൾ കാടി കലക്കും പോലെ ചന്നം പിന്നെ മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് ഇതൊക്കെ പുറത്തിരുന്ന് കഴിക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ പ്രകൃതിയൊക്കെ കണ്ട്. നല്ല ചെമ്പരത്തി പൂക്ക് നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ തൽക്കാലം എടുത്ത് ചെവിയിലൊക്കെ വയ്ക്കാം, വേണമെന്നുള്ളവർക്ക്. നമുക്ക് ഇങ്ങനെ ഈ പ്രകൃതിയൊക്കെ കണ്ട് ഇങ്ങനെ കുടിക്കുന്നതാണ് നല്ലത്, നല്ല ടേസ്റ്റും അതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചിങ്ങനെ എടുത്ത് കുടിക്കണം. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മത്തി വറുത്തെടുക്കണം. ഇങ്ങനെ കുറച്ചിങ്ങനെ പിച്ച് അതും കുറച്ചുകൂടി എടുത്ത് കഴിക്കണം. പൊളി. ഇടു കുറേ നാളായി പഴങ്കഞ്ഞി കുടിച്ചിട്ട്. ഇപ്പം ഞാനങ്ങനെ സ്ഥിരമൊന്നും കഴിക്കില്ല, ഇതുപോലെ വല്ലപ്പോഴൊക്കെ കഴിക്കാറുണ്ട്, ഇഷ്ടമാണ്. പിന്നെ പൂച്ച ചോദിക്കുന്നുണ്ട്, എനിക്ക് കൂടി തരുമെന്ന് ചോദിക്കുന്നുണ്ട്, തരാം, വെയിറ്റ് ചെയ്യൂ. അപ്പം ഞാനിത് നന്നായിട്ട് ആസ്വദിച്ചൊന്ന് കഴിക്കട്ടെ. അപ്പോഴേ ടാറ്റാ.